മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? അതിനൊരു ഉത്തരം നിങ്ങൾ പറയാമോ? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഈ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. അതെ, മനുഷ്യനൊന്നും ചെയ്യത്തില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യത്തോട് പറഞ്ഞാട്ട് ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ പേടിക്കത്തില്ല. നിങ്ങളെന്തിനാണ് പേടിക്കുന്നേ? കാരണം നിങ്ങളറിയേണ്ടത് നിങ്ങളുടെ കൂടെയുള്ളവൻ ശക്തനാണ്. അതുകൊണ്ടാണ് എലീശ പറയുന്നത്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ ശത്രുക്കളെ കണ്ടും സൈന്യത്തെ കണ്ടും പ്രതിസന്ധിയെ കണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ഈസ് ഓൺ യുവർ സൈഡ്. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. എപ്പോഴും പറയണം, കർത്താവിൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കത്തില്ല. എന്തിനാണ് പേടിക്കുന്നത്? കർത്താവ് കൂടെ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വൈ യു ആർ ഗെറ്റിംഗ് അഫ്രൈഡ്? പേടിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. ലോക മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവർക്ക് ചിലപ്പം നമ്മളെ ഡീപ്രൊമോട്ട് ചെയ്യാൻ കഴിയും, സാലറി തടഞ്ഞു വെക്കാൻ കഴിയും, നമ്മളെ വഞ്ചിക്കാൻ കഴിയും, ചതിക്കാൻ കഴിയും, എല്ലാം കഴിയുമായിരിക്കും. പക്ഷേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നുമല്ല, ഈ പ്രതിസന്ധികളൊന്നുമല്ല. അവർ ചെയ്യുന്ന തിന്മ പോലും നന്മയാക്കി ദൈവം മാറ്റും. ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി ഒരു നല്ല കഴുകുമരം പണിത് വെച്ചേക്കുക. ഇന്നല്ലെങ്കിൽ നാളെ മൊർദെഖായി അതിൽ തൂക്കാമെന്ന ഹാമാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ദൈവം തൻ്റെ പക്ഷത്തുണ്ടാകുന്നത് മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെടേണ്ടി വന്നു. നോക്കി, ദൈവം പക്ഷത്തുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു മറിയും, പ്രതിസന്ധികൾ വഴിമാറും. തിരിച്ചും ചോദിക്കണം, ദൈവം പക്ഷത്തുണ്ട്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പക്ഷത്താണോ യാത്ര ചെയ്യുന്നത്? ദൈവപക്ഷത്ത് നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ട് വരത്തില്ല. ഞാൻ ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ ഈ വാക്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഞാൻ പേടിക്കത്തില്ല എന്നിട്ട് പറയുന്നു, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അതിനുശേഷം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നില്ല. നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമ്മൾ പേടിച്ചു പോകും, മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. കാരണം മനുഷ്യൻ വാക്കുകൾ മാറുന്നവരാ, മനുഷ്യൻ വഞ്ചിക്കുന്നവരാ, മനുഷ്യർ ചതിക്കുന്നവരാ. എത്രയോ ചതിക്കുഴികൾ, എത്രയോ ചതികൾ നമുക്ക് അകപ്പെട്ടു പോയിട്ടുണ്ട്. വിശ്വസിച്ച ആളുകളിൽ നിന്ന് എത്രയോ വഞ്ചനയും ചതിയും നമുക്ക് നേരിട്ടിട്ടുണ്ട്. എന്നാൽ ചതിക്കാത്ത, വഞ്ചിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല. യേശു എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോകത്തില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ, പേടിക്കണ്ട. മനുഷ്യന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പേടി നിങ്ങൾ ഒന്ന് ഒഴിവാക്കി കളയുക. ഈ പേടി മാറ്റിയിട്ട് പറയുക, ഞാൻ പേടിക്കുന്നില്ല. പേടിക്കത്തിന് കാരണം ഐ ആം സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈ ലോഡ്. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സേഫാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സേഫാണ്. നിങ്ങൾ പേടിക്കണ്ടേ? പ്രശ്നമില്ലെന്നോ പ്രതിസന്ധിയില്ലെന്നോ അല്ല, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ചില സമയത്തൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൂടെയൊക്കെ വെള്ളത്തിലിറങ്ങിയ ഓർമ്മകൾ എനിക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അറിയാം, ഞാൻ എൻ്റെ പപ്പയുടെ കയ്യിലാണ്, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല, എൻ്റെ പപ്പ എന്നെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. ഗോഡ് ഈസ് ഹോൾഡിങ് യുവർ ഹാൻഡ്സ്. ഇന്ന് കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുന്നു. വഴി അടഞ്ഞെന്ന് തോന്നുന്നു, പേപ്പറുകൾ തടയപ്പെട്ടെന്ന് തോന്നുന്നു, ഡോൺ വറി, ദൈവം കൂടെയുണ്ട്. ബാക്കി കാര്യം കർത്താവ് ചെയ്യും. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി ദൈവം തുറക്കും. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. മനുഷ്യനൊന്നും ചെയ്യത്തില്ല. കർത്താവെ, ഇന്ന് ഞങ്ങളോട് കൂടെ കർത്താവ് ഇരിക്കണമേ. പ്രിയ സഹോദരനും പ്രിയ സഹോദരിക്ക് ധൈര്യം പകരണമേ, ബലം കൊടുക്കണമേ. മനുഷ്യനെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ കർത്താവ് ഞങ്ങളുടെ കരം പിടിക്കുന്നു എന്നുള്ള ബോധ്യം, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കർത്താവ് നൽകുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957.